ഹലോ ഗായ്സ്, അപ്പം ഇത് ഞങ്ങളുടെ ചിറ്റൂര് നടന്ന ഒരു മഹാകുംഭാഭിഷേകം, പഴയന്നൂർ കാവിൻ്റെ മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച് നിങ്ങളുടെ പറഞ്ഞ് തുടങ്ങാം അല്ലേ. നമ്മുടെ പാലക്കാട് ബസ്സിൽ വേണ്ട അല്ലേ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒരു ഓട്ടോ പിടിച്ചാണ് പോയത് കേട്ടോ. പോയത് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണ്. അടിപൊളിയായിട്ട് ലൈറ്റ് സെറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയി നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിരുന്നു. ആരോ ഞങ്ങൾക്ക് ഒഴിച്ചു തന്ന പോലെ 2 ചെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. നിറയെ പേര് നിൽക്കുന്നുണ്ട്. ഓടിപ്പോയി ഞങ്ങൾ ആ സീറ്റിലിരുന്ന് കയറിയിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കും ഫസ്റ്റേജിക്കും സീറ്റ് കിട്ടി. ഫസ്റ്റേജിൻ്റെ കൂടെയാണ് പോയത്. ഞങ്ങൾ തൊട്ട് അടുത്തുള്ള നൈബറാണ് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു ഇഞ്ച് അനങ്ങിയില്ല. നമ്മളിരുന്ന് കണ്ടിട്ട് ബാക്കി പിന്നെ നോക്കാമല്ലോ. അങ്ങനെ കുറേ പരിപാടികളൊക്കെ, ഡാൻസുകളൊക്കെ മാറി 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 അവൻ്റെ ഡ്രസ്സുകളും അവൻ്റെ സാരിൻ്റെ കളറുകളും ഓരോ താളങ്ങളൊക്കെ നോക്കി നോക്കി ഇങ്ങനെ ഇരുന്നു. പിന്നെ മെയിനായിട്ട് പോകാൻ കാരണം നേഹയുടെ ഫ്രണ്ടിൻ്റെ അനിയത്തി ഒന്ന് ഡാൻസിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ ഡാൻസും കൂടി കാണാമെന്ന് വെച്ചിട്ടാണ് പോയത് ഇന്നലെ. ഇപ്പം ഇന്നത്തോടു കൂടിയാണ് അവസാനം. ഇന്ന് 26/1/26 എന്ന ദിവസത്തിനാണ് അവസാനം. ഇന്ന് നാളെ ഉണ്ട് തോന്നുന്നു അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ പോയി കണ്ട പരിപാടിയാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ ഇതിൻ്റെ പാട്ടുകളൊന്നും അറിയില്ല. ആ പാട്ടുകളൊക്കെ ഞാൻ ഡിലീറ്റ് അടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി. തെയ്യ തഹ തെയ്യ തഹ എന്നൊരു ടീച്ചർ പാടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ടീച്ചറിൻ്റെ ഒച്ച. അതുപോലെ തന്നെ ഒരു സാറും ഇതൊക്കെ ആ സാറും ടീച്ചറും കൂടി പഠിപ്പിച്ചു. ആദ്യത്തെ ഒരു കുട്ടി മാത്രം സ്വയം പഠിച്ചതാണ് തോന്നുന്നു. അവർ മാത്രം വേറെ തനിച്ച് കളിച്ചു. ബാക്കി എല്ലാവരും ഈ ടീച്ചറും മാഷും കൂടി പഠിപ്പിച്ചതാണ് തോന്നുന്നു. കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഈ പഴയന്നൂർ കാവ് ഭഗവതി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ചിറ്റൂരമ്മൻ്റെ ചേച്ചിയായിട്ട് വരും എന്നാണ് പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ സത്യമൊന്നും അറിയില്ല കേട്ടോ. എനിക്കറിയുന്നത് പറയുന്നതാണ്. ഇതാണ് കേട്ടോ നേഹയുടെ ഫ്രണ്ടും അനിയത്തിക്കുട്ടിയും. ഇത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കടലയും കുറച്ചിങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഹസ്ബൻഡ് വിളിക്കാൻ വന്നത്. അപ്പോൾ വണ്ടി കയറി അങ്ങനെ വീഡിയോ എടുത്തിട്ട് വന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പോയാൽ ഇനി ഇടുന്നതാണ്. ഇപ്പം നിങ്ങളിതൊക്കെ കണ്ടിട്ട് നല്ല നല്ല മറുപടി എനിക്കൊന്ന് പറയും നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.